ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബേബിയെ കൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നതാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രൊസീജിയർ ഒന്നും അറിയില്ല. മാരേജ് സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ പാസ്പോർട്ടും പിന്നെ എമിറേറ്റ്സ് ഐഡിയും കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ടാസ്ക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ടാസ്ക്കായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ടാസ്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോകാം. അവിടെ പോയിട്ട് ഇനി എന്തൊക്കെ പ്രൊസീജിയർ അറിയില്ല, ഡയറക്റ്റ് പോവാം. പോയിട്ട് ബാക്കി ഇന്ന് എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. എടുക്കാൻ പറ്റിയാൽ സന്തോഷം. എന്തായാലും പോയിട്ട് ബാക്കി അപ്ഡേറ്റ്സ് പറയാം. ഓക്കെ, ആദ്യം പാസ്പോർട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഗൂഗിളിൽ പോയതിന് ശേഷം BLS അപ്പോയിൻമെൻറ്റ് ദുബായ് അല്ലെങ്കിൽ UAE എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് BLSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്കെന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് വെബ്സൈറ്റ് ടൈപ്പ് ചെയ്തും കയറാം. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.BLSindia-visa-UAE.com. അതാണ് BLSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അത് ടൈപ്പ് ചെയ്തും ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഇതേ വെബ്സൈറ്റിൽ തന്നെ കയറാം. വീണ്ടും നമ്മൾ ആ സെയിം വെബ്സൈറ്റിൽ തന്നെയാണ് വന്നത്, BLS ഇൻ്റർനാഷണലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് സ്കെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റും രണ്ടാമത് ട്രാക്ക് ആപ്ലിക്കേഷനും. ഇത് രണ്ടുമാണ് നോക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് സ്കെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻ്റ് ആണ്. സ്കെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ബുക്ക് അപ്പോയിൻമെൻറ്റ് ഫോർ പാസ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ വേറൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സർവീസ് ടൈപ്പാണ്. അപ്പോൾ ഏത് ടൈപ്പാണോ വേണ്ടത്, നമുക്ക് പാസ്പോർട്ടാണോ വിസ റിന്യൂവലാണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ പാസ്പോർട്ടാണ് വേണ്ടത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലൊക്കേഷനാണ് പറയുന്നത്. അതായത് നമ്മുടെ നിയറസ്റ്റ് BLS സെൻറ്ററാണ് കൊടുക്കേണ്ടത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ, നമുക്ക് പോകാൻ എളുപ്പമായിട്ടുള്ള ഏതെങ്കിലും BLS സെൻറ്റർ കൊടുക്കുക. ചില സാഹചര്യത്തിൽ അവിടെ അവൈലബിലിറ്റി കാണിക്കില്ല, ഡേറ്റ് ചിലപ്പോൾ നമുക്ക് കാണിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വേറെ ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഗ്രീന് കാണിക്കുന്നത് അവൈലബിലിറ്റി ഉള്ള ഡേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക, ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ലോഡായിട്ട് വരും. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പേരാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ പേര് എന്താണോ കൊടുത്തേക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പേരാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ പേരെന്താണോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സർനെയിം കൊടുക്കുക. പാസ്പോർട്ടിൽ എന്താണോ ഒപ്പം ചേരേണ്ട പേര് അത് കൊടുക്കുക. അച്ഛൻ്റെയോ അമ്മയുടെയോ കുടുംബ പേരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കൊടുക്കേണ്ടത് UAE മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിൽ നോർമലി ഉള്ള കോഡിന് ശേഷമുള്ള ഒരു 7 ഡിജിറ്റ്, ടോട്ടൽ 10 ഡിജിറ്റ് ആയിരിക്കും നമ്പർ വരുന്നത്. അതിൽ 3 ഡിജിറ്റ് കോഡായിരിക്കും. ബാക്കിയുള്ള 7 ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇന്ത്യൻ നമ്പർ ഏതെങ്കിലും കൊടുക്കുക. ഒന്നുകിൽ നമ്മുടെ പാരൻസിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ നാട്ടിൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അവരങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തത് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. അച്ഛൻ്റെയോ അമ്മയുടെയോ ഡീറ്റെയിൽസ് കൊടുക്കുക. പാസ്പോർട്ട് നമ്പേഴ്സ് കൊടുക്കുക അവിടെ. അതിനുശേഷം Gmail ID കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് Gmail ത്രൂ ആയിരിക്കും അവർ നമ്മളെ അറിയിക്കുന്നത്. ഇതിന് ശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സർവീസ് ഡിസ്ക്രിപ്ഷനാണ്. അത് ന്യൂ ബോൺ ബേബി പാസ്പോർട്ട് എന്ന് മാത്രം കൊടുത്താൽ മതി. അവസാനമായിട്ട് നമ്പർ ഓഫ് ആപ്ലിക്കേഷനാണ്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ 1 കൊടുക്കുക, 1 കൊടുക്കുക. അതിനുശേഷം അവസാനമായിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്ന് പരിശോധിക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക.
സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഫോം കിട്ടും. ആ ഫോം സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. കാരണം നമ്മൾ BLS സെൻറ്ററിൽ പോകുമ്പോൾ അത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ഹെവൻ ബേബിയുടെ പാസ്പോർട്ടിന് വേണ്ടിയുള്ള ഫോട്ടോ എടുക്കുന്ന ടാസ്ക്കാണ് ഈ കാണുന്നത്. ഒരുപാട് ഫോട്ടോസ് എടുത്തെങ്കിൽ പോലും ഒരു ഫോട്ടോ പോലും നല്ലത് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒന്നുകിൽ അവൻ തല ചരിച്ച് വെക്കും, അതുമല്ലെന്നുണ്ടെങ്കിൽ അവൻ വാ തുറന്ന് വെക്കും. പക്ഷേ പാസ്പോർട്ടിന് വേണ്ടത് അറ്റ്ലീസ്റ്റ് ലുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കുന്ന ഫോട്ടോ എങ്കിലും വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചു, പക്ഷേ കിട്ടിയിട്ടില്ല. പക്ഷേ അതിന് വഴിയുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. ആപ്ലിക്കേഷൻ്റെ പേര് സ്നാപ്സീഡ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം സ്നാപ്സീഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓൾറെഡി എൻ്റെ ഫോണിൽ അത് ഇൻസ്റ്റാൾഡ് ആണ്. സ്നാപ്സീഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഗാലറിയിൽ പോയതിന് ശേഷം നമ്മുടെ ഒരു ഫോട്ടോ ഏതാണോ ഫോട്ടോ വേണ്ടത് അത് ഫോട്ടോ എടുക്കുക. ഞാൻ ഇപ്പോൾ ഹെവൻ ബേബിയുടെ ഫോട്ടോ എല്ലാം എടുത്തത് ഗൂഗിളിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇഫ് സപ്പോസ് ഈ ഒരു ഫോട്ടോയാണ് നമുക്ക് തല ചരിഞ്ഞിരിക്കുന്നത് സ്ട്രെയിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിയാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷനിൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇതിലൊരുപാട് സെറ്റിങ്സ് ഉണ്ട്. നമുക്കതിൻ്റെ ടോണ്, നമ്മളെ സ്കിൻ ടോണ്, ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിലേക്ക് വന്നിട്ട് കുറച്ച് താഴോട്ട് വരുമ്പോൾ ഹെഡ് പോസ്റ്റ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്മൈൽ കറക്ഷൻ ചെയ്യാം, അതല്ലാണ്ട് പീപ്പിൾ സൈസ്, നമുക്ക് സൈസ് വണ്ണുള്ള ഒരാളെ നമുക്ക് സ്ലിം ആക്കാം. ഒരുപാടല്ല എങ്കിൽ പോലും നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സ്മൈൽ കറക്ഷനും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതിൽ ചെറിയൊരു സ്മൈലിലൊരു കറക്ഷൻ വരുന്നുണ്ട്. അതിനുശേഷം ഫോക്കൽ ലെങ്ത് ആണ്. നമുക്കത് ചേഞ്ച് ആവുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അടുത്താണ് നമ്മുടെ ഹെഡ് പോസ് എന്ന് പറയുന്നത്. ഹെഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്. നമ്മളെ ലുക്ക് സ്ട്രെയിറ്റ് ആണോ സൈഡിലോട്ടാണോ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത് വരുന്നത്. അത്യാവശ്യം കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പ് സേവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് എന്ന ഓപ്ഷൻ കാണിക്കും. സേവ് ചെയ്യാം. ഈ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഗാലറിയിലോട്ട് ഡയറക്റ്റായിട്ട് സേവ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കണം ഈ ഒരു ഫോട്ടോയുടെ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗൂഗിളിൽ പോയതിന് ശേഷം ആഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ടു ഇമേജ് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ആദ്യം വരുന്ന ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ റൂം എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോ സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യമുള്ള ഫോട്ടോ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കി തരും. അതിനുശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ ടാസ്ക് എല്ലാം അവസാനിച്ചു. നമുക്കിനി ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, BLS സെൻറ്ററിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബേബിയെ, ഹെവൻ ബേബിയെ റെഡിയാക്കാം.
ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ബേബിയുടെ പാസ്പോർട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ബൈ. അല്ല, ഇത് ബാങ്ക് അല്ല, നമുക്ക് എവിടെ പോകുന്നത്? HSBC ബാങ്കിന്റെ ബിൽഡിങ്ങിൽ എം ഫ്ലോറിലാണ് ബേബിയുടെ പാസ്പോർട്ട് എടുക്കേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഫോട്ടോ എടുക്കുന്ന ടാസ്ക്കൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഭയങ്കര ടാസ്ക്കായിരുന്നു. ലാസ്റ്റ് ഒരുവിധം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയില്ല. അവിടെ പോയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ പോവുകയാണ്. നമ്മുടെ ഭാവിയുടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ ടിക്കറ്റ് സെൻറ്ററിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിനകത്തോട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ് കേട്ടോ. ബൈ ബൈ. A few minutes later. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബേബിക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഓക്കെ, 7 days. ഹായ് ഗൈസ്, ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക് പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് വന്നിരിക്കുന്നു. ബേബി ഇറക്കി. വലിയ ടാസ്ക്കൊന്നും ഇല്ലായിരുന്നു. പോയ സമയത്ത് റിസപ്ഷനിൽ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തു. ഓൾറെഡി നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തതാണ്. അവിടെ പോയ ശേഷം ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യണം. രണ്ടാമത്തെന്ന് പറയുന്നത് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ഡോക്യുമെൻറ്റ്സ് UA അറ്റസ്റ്റേഷൻ ആയിട്ടുള്ള നമ്മളെ മാരേജ് സർട്ടിഫിക്കറ്റ് 1, 2 കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, 3 കുഞ്ഞിൻ്റെ നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു നല്ലൊരു ഫോട്ടോ. അതിൽ കുറച്ച് ടേംസ് എന്ന് വെച്ചാൽ ടേംസ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് കുഞ്ഞിൻ്റെ ലുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം, പിന്നെ നെക്ക് സ്ട്രെയിറ്റ് ആയിരിക്കുക, പിന്നെ മീൻസ് ഫുള്ള് ഫേസ് കാണണം, മീൻസ് ഇയേഴ്സ് ഉൾപ്പെടെ ഫുള്ളും കാണണം. അങ്ങനത്തെ കുറച്ച് ചെറിയ ഇതൊക്കെ ഉള്ളൂ. ചിലത് അക്സെപ്റ്റ് ചെയ്യും, ചിലവർ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെയുള്ള എന്താ എമറൈറ്റ്സ് ID, പാസ്പോർട്ട്, നമ്മുടെ പാസ്പോർട്ട് അത്രയേ ഉള്ളൂ. അതിനുശേഷം ഒരു 30-40 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ നമ്മളെ വിളിക്കും. അതാത് കൗണ്ടറിൽ പോയതിന് ശേഷം അവർ ഫോം തരും. ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ചെറിയൊരു വീഡിയോ, അത് കാണിച്ചു തരാം. ആ വീഡിയോ എടുത്ത് ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവർ കമ്പ്യൂട്ടറിൽ അവർ ഫീഡ് ചെയ്ത് പാസ്പോർട്ട് അനുസരിച്ച് അവർ ടൈപ്പ് ചെയ്ത് വരും. നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്താൽ മാത്രം മതി. അത് വെരിഫൈ ചെയ്തതിന് ശേഷം ഫിംഗർ പ്രിന്റ് എടുക്കും. ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ തമ്പ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മുടെ ഒരു 3-4 പേപ്പറിൽ അച്ഛൻ്റെ അമ്മയുടെയും പാസ്പോർട്ടിലുള്ള പോലത്തെ സിഗ്നേച്ചർ തന്നെ ഇടാം, കാരണം അത് സ്കാൻ ചെയ്യും. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ഫീ ഉണ്ട്. ഫീ എന്ന് പറയുന്നത് 500 dirhams ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീ കൂടെ കഴിഞ്ഞാൽ 1 വീക്കിനുള്ളിൽ നമ്മുടെ പാസ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. ബാക്കി ഫോമിൽ നമ്മളെന്താ കൊറിയർ ഇന്ത്യയിലുള്ള നമ്മുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെതും പിന്നെ പാസ്പോർട്ട് അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം UAയിൽ പാസ്പോർട്ട് ഏത് അഡ്രസ്സിനാണ് വരേണ്ടത് ആ അഡ്രസ്സിൻ്റെ കൊറിയർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ വെയിറ്റ് ചെയ്യുന്നതൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പെട്ടെന്നായിരുന്നു. ഓക്കെ, അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. Day 2, Day 3, Day 4, 1 week later. അപ്പോൾ ഗൈസ്, ബേബിയുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ റെസിപ്റ്റും എമറൈറ്റ്സ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ, ബേബി ഇതായിരിക്കാം നമ്മുടെ ഡെലിവറി ബോയ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. मेरा बच्चे को ओके, थैंक यू ब्रदर.
അപ്പോൾ നമ്മുടെ ബേബിയുടെ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എമിറേറ്റ്സ് ഐ ഡിയും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓക്കെ പാസ്പോർട്ട് കയ്യിൽ കിട്ടി. Ta-da! യെസ്. കുഞ്ഞു ബേബി എന്ത് ചെയ്യുന്നു? കുഞ്ഞു ബേബി എന്ത് ചെയ്യുന്നു? ഇവിടെ ഫേസ് കണ്ടോടല്ലോ. ഫേസ് എവിടെ? ഓക്കെ, അപ്പോൾ നമുക്ക് ബേബിയുടെ പാസ്പോർട്ട് പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു ബേബിയുടെ പാസ്പോർട്ട്. നമ്മുടെ മിക്കിയുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ചു. നമ്മൾ നമ്മുടെ ബേബിയുടെ പാസ്പോർട്ട് പൊട്ടിക്കുകയാണ് ഗൈസ്. ഭയങ്കര സെക്യൂർ ആയിട്ടൊക്കെയാണ് തന്നിരിക്കണം കേട്ടോ. ഫസ്റ്റ് കവർ പൊട്ടിച്ചു. ഇതിനകത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മുടെ പാസ്പോർട്ട് നമ്പറും പാസ്പോർട്ടിൻ്റെ ഇഷ്യൂവും ഡേറ്റും ഒക്കെ വെച്ചിട്ട് ഇത് നമ്മുടെ ബേബിയുടെ പാസ്പോർട്ട്. നോക്കട്ടെ, പിക്ചർ നോക്കട്ടെ. അശ്യോടാ, നോക്ക്. സെറ്റ്. അടിപൊളി. ഇത്രയും വൃത്തിയുള്ള ഒരു ഫോട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നീയോ? ഞാൻ സ്ഥിരം ഹോസ്പിറ്റലിൽ വരുമ്പോൾ എല്ലാവരുടെയും ഓർക്കും കുഞ്ഞുങ്ങൾ പ്രായമായിരിക്കും. അപ്പോൾ നമ്മൾ പേര് പറയുകയാണ്, കാരണം ഓൾറെഡി നമ്മൾ പേര് റിവീലിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേര് പറയാം. പേര് ഹെവൻ എന്നാണ് പേര്. ഹെവൻ അഖിൽ എന്നാണ് പേര്. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മുടെ ഹെവൻ ബേബിയുടെ പാസ്പോർട്ട് കിട്ടി. ഇനി ഈ 2 പാസ്പോർട്ടിൽ നിന്ന് അടുത്തൊരു ജൂനിയർ പാസ്പോർട്ട് കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹെവൻ ബേബിയുടെ പാസ്പോർട്ട് ഇന്ന് കിട്ടി. അപ്പോൾ എന്തായാലും ഇന്നലെ കിട്ടിയതാണ്, പക്ഷേ ഇന്നലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എപ്പോഴും പാസ്പോർട്ട് കിട്ടുമ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക, കൊടുത്തിരിക്കുന്ന സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പോയി ഒന്നുകൂടെ ഇതൊക്കെ എടുത്ത് ചെയ്യേണ്ടി വരും. കറക്റ്റ് ആണോ നോക്കുക. അപ്പോൾ ബൈ.